Hello dear students, welcome back to Learnino. So 2024 scheme students in the first result, അതായത് ഫസ്റ്റ് ബിടെക് റിസൾട്ട് ഇപ്പൊ വന്നു. S1ന്റെ റിസൾട്ട് വന്നു. അപ്പൊ നല്ല മാർക്ക് കിട്ടിയ എല്ലാവർക്കും ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. നമ്മൾ ലേണിനോയില് കോഴ്സിലും ഇൻഡിവിജ്വൽ ട്യൂഷനും ജോയിൻ ചെയ്ത സ്റ്റുഡൻസിലും നല്ല റിസൾട്ട് ആണുള്ളത്. 9 എബവ് CGPA വന്നിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഈ ഒരു വിജയത്തിൽ ഒരുപാടധികം നിങ്ങൾ സന്തോഷിക്കുകയൊന്നും ആവശ്യമില്ല. നമ്മൾ നന്നായി എക്സാം എഴുതി, അതിന് നമുക്ക് നല്ല മാർക്ക് കിട്ടി. അല്ലാതെ അതിനകത്ത് നമ്മൾ ഒരുപാട് എക്സാക്ട് ചെയ്ത് ഒരുപാട് സന്തോഷിച്ച് ഭയങ്കര ഇതായിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇനി നമുക്ക് ഒരുപാട് എക്സാംസ് എഴുതാനുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെമ്മിൽ നല്ല മാർക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള സെമ്മിലൊക്കെ അതേപോലെ ആയിരിക്കും എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ആർക്കും ഉണ്ടാവരുത്. എല്ലാ സെമിസ്റ്ററിലും നിങ്ങൾ ഓരോ സെമ്മ് കഴിയുന്തോറും കൂടുതൽ എഫേർട്ട് എടുത്ത് പഠിച്ചെങ്കിലേ ഇപ്പോഴത്തെ മാർക്ക് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെ അബദ്ധം വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. കാരണം ഫസ്റ്റ് സെമ്മിൽ നല്ല മാർക്ക് കിട്ടി, ആ ഒരു ഇതിലാണ് പിന്നെയുള്ള സെമിസ്റ്റർ കണ്ടിട്ട് പിന്നീട് ഡൗൺ ആവുന്നവരുണ്ട്. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ ഹംബിൾ ആയിട്ട് തന്നെ നമ്മളുടെ റിസൾട്ടുകളെ കാണുക, വീണ്ടും നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യാം. ഓക്കെ, ഇനി സപ്ലി വന്നവർക്ക് എന്തായാലും നിങ്ങൾക്ക് ഒരു 2-3 ദിവസം എന്തായാലും എൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടാവും. അതൊന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഡൗൺ ആയി പോവരുത്. ഓക്കെ, ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ പരീക്ഷയൊന്നും അല്ല ഇത്. കുറെ പേർക്കെങ്കിലും ചിലപ്പോൾ +2 വരെ ഒരു പേപ്പർ പോലും ഫെയിൽ ആവാതെ ആദ്യമായിട്ട് ഒരു പരാജയം ഫേസ് ചെയ്യുന്ന കുറെ പേരുണ്ടാവും. കാരണം +2 വരെ നമ്മൾ എന്താ പറയുക സ്കൂൾ ലെവലിലാണ്. അപ്പൊ എല്ലാ സബ്ജക്റ്റും നമ്മൾ ക്ലിയർ ചെയ്ത് പോയി. ഇപ്പോൾ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്ത് ആദ്യമായിട്ടൊരു പേപ്പർ ഇതേപോലെ ഫെയിൽ ആവുന്ന ഒരു അവസ്ഥയൊക്കെ വരുമ്പോൾ നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഫെയിലിയർ എന്ന് പറയുന്നത് കുറെ പേരെയെങ്കിലും വളരെയധികം ഡൗൺ ആക്കും. അപ്പോ അങ്ങനെ നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇതുവരെ നമ്മൾ പഠിച്ചു പോകുന്ന ഒരു രീതിയല്ല ഇപ്പൊ നമ്മൾ വരുന്നത്. അതേപോലെ തന്നെ എക്സാം പേപ്പർ വാല്യൂ ചെയ്യുന്നതൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ആക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ ഇതില് ഒരു സപ്ലി വന്നവരുണ്ട്, 2 എണ്ണം വന്നവരുണ്ട്, എല്ലാ പേപ്പറും പോയവരുണ്ട്. അങ്ങനെ പല കാറ്റഗറിയിലുള്ള കുട്ടികളുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ഇന്നത്തെ വീഡിയോ. ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് സപ്ലി വന്നു എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരവാണ്. ഇനി അതിനെന്ത് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്ത് പോകാനും പറ്റും. ഓക്കെ, അപ്പൊ വളരെ ശ്രദ്ധിച്ചു കേൾക്കാം. 5 റീസൺസ് ആണ് ഞാൻ ഇതിൽ പറയുന്നത്. ഏത് റീസൺ കൊണ്ടാണ് നിങ്ങൾക്ക് സപ്ലി വന്നതെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കാരണം എത്ര പേർക്ക് ആ റീസൺ ഉണ്ട് എന്നുള്ളതൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി എങ്ങനെ നിങ്ങൾക്ക് എന്തായാലും സപ്ലി വന്നു. ഓക്കെ, ഇനി ചെയ്യാനുള്ളത് അത് ക്ലിയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പരാജയപ്പെടാതെ ആരും ഒരു വിജയത്തിലും ഇന്നേ വരെ എത്തിയിട്ടില്ല. അപ്പോ ആദ്യത്തെ പരാജയം ആവുമ്പോൾ നമുക്ക് അതിനൊരു വിഷമം ഉണ്ടാവും. അപ്പൊ അത് നമ്മളൊന്ന് ഓവർകം ചെയ്ത് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് ജീവിതം കഴിഞ്ഞു, അല്ലെങ്കിൽ ഇനി എനിക്ക് ഒന്നും നേടാനില്ല എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമുക്കിത് നേടിയെടുക്കാൻ പറ്റും. അപ്പോ 5 റീസൺസ് ഞാൻ പറയാം എന്തുകൊണ്ട് സപ്ലി വന്നു എന്നുള്ളത്. ഓക്കെ, സോ കൃത്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഫുൾ അവസാനം വരെ കാണുക, എങ്കിലാണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു യൂസ് ഉണ്ടാവുള്ളൂ. ലെറ്റ് സി. യെസ്, ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഡിഡ്ന്റ് പ്രിപ്പയർ ഫോർ എക്സാം. എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വേറെ രീതിക്ക് പറയുകയാണെങ്കിൽ ഉഴപ്പി നടന്നു, പഠിച്ചില്ല, അതുകൊണ്ട് സപ്ലി വന്നു. ഓക്കെ, കൃത്യമായി നമ്മുടെ ഭാഗത്തുള്ള തെറ്റുകൊണ്ട്, അതായത് പ്രോപ്പറായിട്ട് സീരീസ് എക്സാമിനൊന്നും പഠിച്ചില്ല, ഫൈനൽ എക്സാം വന്നപ്പോഴും ഒന്നും പഠിച്ചില്ല, പഠിക്കാതെ ഉഴപ്പി നടന്ന് സപ്ലി വന്നു. അതായിരിക്കാം റീസൺ. രണ്ടാമത്തെ റീസൺ, പഠിക്കണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ടോപ്പിക്സ് ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അതായത് ഫൗണ്ടേഷൻ ഇല്ലാതെയായിരിക്കും. പ്രത്യേകിച്ച് മാത്സ് പോലെയുള്ള സബ്ജക്റ്റ് ഒക്കെ, കാൽക്കുലസോ അല്ലെങ്കിൽ +2 ലെവലിലുള്ള മാത്സിന് അത്രയ്ക്ക് അങ്ങോട്ട് തറോ അല്ല. അപ്പൊ അതിന്റെ മുകളിൽ അടുത്തടുത്ത സബ്ജക്ട്സ് വരുമ്പോൾ, ടോപ്പിക്സ് വരുമ്പോൾ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അങ്ങനെയുള്ള കുട്ടികളുണ്ടാവും. ആ ഒരു റീസൺ കൊണ്ട് സപ്ലി വന്നവരുണ്ടാവും. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് പഠിക്കുകയൊക്കെ ചെയ്തു, സീരീസിനും പഠിച്ചു, ഫൈനൽ എക്സാമിനാണെങ്കിലും നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു,
എക്സാം ഭയങ്കര ടഫായിരുന്നു. അതായത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ എക്സാം ടഫ് ആയതുകൊണ്ട് ആണ് സപ്ലി വന്നത്. നാലാമത്തെ റീസൺ, പഠിച്ചു, ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസറും അറിയായിരുന്നു, പക്ഷെ എക്സാമിന് നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല. അതിന് പല കാരണങ്ങളുണ്ട്. കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട്, കുറവ് മാർക്കുള്ള ക്വസ്റ്റ്യൻസിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് കൂടുതൽ മാർക്കുള്ള ക്വസ്റ്റ്യൻസിലേക്ക് ടൈം കിട്ടാതിരിക്കുക, എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യണം എന്നറിയാത്ത രീതിയിൽ കുറെ വാരി വലിച്ച് ഉത്തരം എഴുതി, കെയർലെസ് മിസ്റ്റേക്ക്, പ്രോബ്ലംസിലൊക്കെ അല്ലെങ്കിൽ പ്രോഗ്രാം ഒക്കെ എഴുതുന്ന സമയത്ത് ഉത്തരം അറിയായിരുന്നു, പക്ഷെ ഒരു കെയർലെസ് മിസ്റ്റേക്സ് വരുത്തി കുറെ അധികം തെറ്റിച്ചു, ഫിഗറുകൾ വരച്ചപ്പോ തെറ്റിച്ചു, മാർക്ക് ചെയ്ത് വന്നപ്പോ തെറ്റിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. പഠിക്കാത്തതല്ല റീസൺ, റിവൈസ് ചെയ്യാത്തതല്ല റീസൺ. എക്സാം പേപ്പറും എളുപ്പമായിരുന്നു, ഉത്തരങ്ങളൊക്കെ അറിയുകയും ചെയ്യായിരുന്നു, പക്ഷേ എഴുതാൻ പറ്റിയില്ല. അഞ്ചാമത്തെ റീസൺ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള സപ്ലി. അതാണ് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന കാര്യം. എന്ന് വെച്ചാൽ പഠിച്ചു, നല്ല പോലെ എക്സാമും എഴുതി, പക്ഷെ എന്തോ കാരണം കൊണ്ട് നിങ്ങൾക്ക് സപ്ലി വന്നു. ചിലപ്പോൾ ഒരു പേപ്പറിലൊക്കെ സപ്ലി വന്ന കുട്ടികൾക്ക് ഈ അഞ്ചാമത്തെ റീസൺ ആയിരിക്കും കാര്യം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു റീസൺ കൊണ്ടായിരിക്കും നിങ്ങൾക്ക് മിക്കവാറും സപ്ലി വന്നിട്ടുണ്ടാവും. ഇനി ഇതല്ലാതെ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ മക്കളെ ദയവ് ചെയ്തിട്ട് കമന്റ് ചെയ്യാം. ഓക്കെ, ഇത് എൻ്റെ ഒരു കുറെ വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ അനലൈസ് ചെയ്തിട്ടുള്ള 5 കാര്യങ്ങളാണ്. ഇനി ഒന്നാമത്തെ റീസൺ കൊണ്ടാണ് സപ്ലി വന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുക, ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് S2 എക്സാംസ് വരുന്നുണ്ട്, S2 എക്സാം കഴിഞ്ഞ ഉടനെ S1 സപ്ലി വരുന്നുണ്ട്. ഞാൻ അടുത്ത ചാൻസിൽ ഇത് എഴുതിയെടുക്കും, അതിനുവേണ്ടി ഇന്ന് മുതൽ ഞാൻ പഠിച്ചു തുടങ്ങും എന്നുള്ള ഒരു എന്താ പറയാ, ഒരു മിഷൻ സെറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾ സെറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ മാത്രം തെറ്റുകൊണ്ടാണ് ഒന്നാമത്തെ റീസണിൽ സപ്ലി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ്, നിങ്ങൾ ഉഴപ്പി നടന്നുകൊണ്ടാണ്. അതിനുള്ള ഒറ്റ പരിഹാരം പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അതിനു വേണ്ടി നിങ്ങൾക്ക് നിങ്ങളെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് ചോദിച്ച് പഠിക്കാം. അതല്ല നിങ്ങളെ ഇൻഡിവിജ്വൽ ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ, കാരണം സപ്ലി എക്സാം അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സഹായത്തോടു കൂടി പഠിക്കാം. അതല്ല നിങ്ങൾക്ക് ട്യൂഷൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ട് ട്യൂഷൻ എടുക്കാം. അപ്പൊ ലേണിംഗ് ഓയിൽ ആണെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് സപ്ലിക്ക് ട്യൂഷൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് നമ്മളെ അപ്രോച്ച് ചെയ്യാം. പഠിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു പരിഹാരവും ഒന്നാമത്തെ റീസണുകാർക്കില്ല. രണ്ടാമത്തെ, പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ടോപ്പിക്സ് മനസ്സിലാവുന്നില്ല. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എഗെയിൻ കൃത്യമായി ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം. ചിലപ്പോൾ ഏതെങ്കിലും ഒക്കെ ടോപ്പിക്സ്, ഏതെങ്കിലും ഒക്കെ മോഡ്യൂളോ ഏതെങ്കിലും പോർഷൻസ് ആയിരിക്കും അറിയാത്തത്. ആ ഒരു ടോപ്പിക്സ് പോർഷൻ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, അതല്ലെങ്കിൽ ട്യൂഷൻ വഴി നമ്മൾ പഠിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ക്ലിയർ ആവില്ല, അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് ക്ലാസ് പറഞ്ഞു തരാൻ പറ്റുന്ന ആരെങ്കിലും തന്നെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം. എങ്കിലാണ് ഇനിയുള്ള കുറച്ച് ദിവസം കൊണ്ട്, കാരണം ഓൾറെഡി S2 എക്സാം എഴുതാനുണ്ട്, അതിന്റെ ഒപ്പം നിങ്ങൾക്ക് സപ്ലി എഴുതണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ റീസൺ, എക്സാം ടഫായിരുന്നു. അപ്പൊ നിങ്ങൾ പഠിക്കാത്തതായിരുന്നില്ല അവിടെ പ്രശ്നം. അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് ഇപ്പോ ഫസ്റ്റ് ടൈം അല്ലെ നിങ്ങൾ എക്സാം എഴുതുന്ന S1, ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം അതിന്റെ പാറ്റേൺ അറിയാലോ, എങ്ങനെയൊക്കെ പരീക്ഷ വരും എന്നുള്ളത് അറിയാലോ. ആ ലെവലിൽ ഒന്നും കൂടെ ഒരു സ്റ്റെപ്പും കൂടെ മുന്നോട്ട് നിങ്ങൾ ഒന്ന് അങ്ങോട്ട് പഠിച്ചാൽ മതി. അടുത്ത സപ്ലി വരുമ്പോൾ ചിലപ്പോൾ പേപ്പർ അത്ര ടഫ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയി. അപ്പോ ഇതുപോലുള്ള ഏത് ലെവലിൽ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ ലെവലിലേക്ക് നിങ്ങളുടെ പഠനത്തെ ഒന്നും കൂടെ ഒന്ന് അങ്ങോട്ട് അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, നാലാമത്തെ റീസൺ, അവരുടെ കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഞാൻ S1 എക്സാമിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ എക്സാം എഴുതണമെന്ന്. ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. കുറച്ച് മാർക്കുള്ള ചോദ്യങ്ങൾക്ക് അത്രയും സമയം മാത്രം സ്പെൻഡ് ചെയ്യുക, വലിയ ചോദ്യങ്ങൾക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, എല്ലാ ചോദ്യങ്ങളും വായിച്ചു നോക്കുക, മാർക്കിനനുസരിച്ച് ഉത്തരം എഴുതുക, ഫിഗേഴ്സ് വരയ്ക്കാനുള്ളത് ഫിഗേഴ്സ് വരച്ച് അതിൽ മാർക്ക് ചെയ്യാനുള്ളത് മാർക്ക് ചെയ്യുക, ആൻസർ എഴുതി കഴിഞ്ഞാൽ ലാസ്റ്റ് അണ്ടർലൈൻ ചെയ്യുക. നിങ്ങളുടെ ഫൈനൽ ആൻസർ തെറ്റാണെങ്കിലും നിങ്ങൾ എഴുതുന്ന സ്റ്റെപ്സിന് നിങ്ങൾക്ക് മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക.
അതേപോലെ ഓർ ക്വസ്റ്റ്യൻ എഴുതി ടൈം കളയാതിരിക്കുക. വലിച്ചു വാരി എസ്സേ എഴുതാനുള്ള പേപ്പർ അല്ല ബിടെക്കിന്റെ പേപ്പേഴ്സ് എന്നുള്ളത് മനസ്സിലാക്കി ചോദ്യങ്ങൾക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക. നീറ്റ് ആയിട്ട് ആൻസർ ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ തെറ്റിപ്പോവാതെ ഒരു ഓർഡർ ആയിട്ട് എക്സാം എഴുതുക. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 4ാമത്തെ റീസണിൽ സപ്ലി വന്നവർക്ക് അടുത്ത ചാൻസിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി 5ാമത്തെ റീസൺ, അൺഎക്സ്പെക്ടഡ് സപ്ലിക്കാരോട് ഒന്നേ പറയാനുള്ളൂ, എന്തായാലും നിങ്ങൾ നെക്സ്റ്റ് എക്സാം എഴുതേണ്ടി വരും. റീവാലുവേഷന് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും അതായത് വാല്യൂ ചെയ്തതിൽ എറർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആവും. ചിലപ്പോൾ ഇതിന്റെ റിസൾട്ട് വരുന്നതിന് മുന്നേ സപ്ലിയുടെ നിങ്ങൾ ഒന്നും കൂടെ പഠിച്ച് എഴുതേണ്ടിയും വരും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ 5 റീസൺസിനുള്ള പരിഹാരം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് പേഴ്സണൽ മെന്ററിങ് വേണം നിങ്ങളുടെ പ്രശ്നത്തിന്. കോമൺ ആയിട്ട് ഞാൻ ഈ പറഞ്ഞത് കൂടാതെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെന്ററിങ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളെ വിളിക്കാം. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ട്യൂഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് മെന്ററിങ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒറ്റ കാര്യമേ ഉള്ളൂ, സപ്ലി വന്നത് സപ്ലി വന്നു, അടുത്ത ചാൻസിൽ എഴുതിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മിടുക്ക്. ഓക്കെ, അല്ലാതെ ഈ സപ്ലികളും തൂക്കി 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 നമ്മൾ 1ാമത്തെ സെമ്മില് സപ്ലി, 2ാമത്തെ സെമ്മില് സപ്ലി, അടുത്തതിൽ സപ്ലി, ഈ സപ്ലി എല്ലാം കൂടെ അവസാനം കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ വന്ന 1-2 സപ്ലി ആണെങ്കിൽ അടുത്ത ചാൻസിൽ അത് ക്ലിയർ ചെയ്തെടുക്കാം. അടുത്ത സെമസ്റ്ററുകളിലേക്ക് പോകുന്തോറും നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ കോർ സബ്ജക്ട് വരും, നിങ്ങൾക്ക് ബാക്കിയുള്ള സെമിനാർ വരും, പ്രോജക്റ്റ് വരും, ഇന്റേൺഷിപ്പ് വരും, അങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഈ ഫസ്റ്റ് സെമസ്റ്ററിൽ ഈ സബ്ജക്ട്സ് ക്യാരി ചെയ്ത് നിങ്ങൾ അടുത്ത സെമ്മിലേക്ക് പോവരുത്. ആദ്യം നിങ്ങൾക്ക് കിട്ടുന്ന ചാൻസിൽ തന്നെ അത് ക്ലിയർ ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, S2 എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ അതും പഠിക്കണം, ഇതും പഠിക്കണം. കൂടുതൽ ടൈം നമ്മൾ എഫേർട്ട് എടുത്തേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് കുറെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ വരുന്ന ടൈമാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ. പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം എക്സാം എഴുതി എടുക്കുക എന്നുള്ളതായിരിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഏത് രീതിയിലുള്ള സപ്പോർട്ട് ആണെങ്കിലും അക്കാഡമിക് സപ്പോർട്ടും മെന്ററിംഗ് സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ലേണിനോയുടെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ മെന്റേഴ്സ് നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.